പിന്നെ ഇതേണ്ട ഓരോ ദിവസത്തെ ഓരോ കാഴ്ചകളാണ് ഇത് കേട്ടോ. ഇപ്പോൾ വേണ്ട ഇവരിങ്ങ് വരും. വീട് തിരക്കി പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് അറിയാം വീട്, അതുകൊണ്ട് അവരിങ്ങ് വരും. വന്നു കഴിയുമ്പോൾ രാവിലെ ഇവർക്ക് ഫുഡ് കൊടുത്തതാ. മഴ ആയതുകൊണ്ടൊന്നും ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം എങ്ങനെയെങ്കിലും നമ്മൾ ഫുഡ് കൊടുത്തിട്ട് ഇങ്ങ് പോരും. കാരണം എല്ലാം നനഞ്ഞ് ഇതായിരിക്കും വരുന്നത്. രാവിലെ രാവിലെ മഴയായിരിക്കും. വേണ്ട അത് കഴിയുമ്പോൾ ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു വെയിലും ഒരു തോർച്ചയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വേണ്ട വരുന്നത്. വന്ന് വാതക്കൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കഷ്ണം അതുങ്ങൾ പ്രതീക്ഷയോടുകൂടി വരുന്നതല്ലേ. അത് തിരിച്ച് കിട്ടാതെ പോകുന്ന അതെനിക്കൊരു സങ്കടം. ഞാൻ കണ്ടില്ലെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. കണ്ടു കഴിഞ്ഞിട്ട് അവരങ്ങനെ തിരിച്ചു പോകുന്നത് നമുക്കറിയില്ലല്ലോ. രാവിലെ കിട്ടി പിന്നെ അതുങ്ങൾക്ക് നമുക്കൊക്കെ എത്ര നേരം വിശക്കും ഒരു ദിവസം അല്ലേ. അപ്പം ഞാൻ പിന്നെയും കൊടുക്കും കേട്ടോ. ഇതെല്ലാം ഉള്ള വഴി ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ രാവിലെ ഫുഡ് ഇങ്ങനെ കൊണ്ടു നടന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഫാമിൻ്റെ വെളിയിൽ ഒരു 10-15 ഉണ്ട്. ഇപ്പോൾ അതുങ്ങൾക്ക് ഫുഡ് അത് ഡെയിലി ഞാൻ കൊടുക്കുന്നുണ്ട്. രാവിലത്തെ ഫുഡും മുടക്കുന്നില്ല. പിന്നെ അത് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ വരും. ഇപ്പം തന്നെ നോക്കിയേ, 4 ഉണ്ട്. ഒരുത്തൻ അവിടെ പേടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അവന് ചെടിയുടെ മറവ് കൊണ്ട് അവനിങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. ഇവർ ഓടിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കറുത്തവണ്ണ് സ്ഥിരമായിട്ടുണ്ട്. പിന്നെ കറുത്തവണ്ണ് എവിടുന്നേലുമൊക്കെ ആരെങ്കിലും കൊണ്ടുവരും. ഇത് കഴിഞ്ഞൊക്കെ ഒരുപാട് പേര് വരും. ഇതിനെല്ലാം ഫുഡ് കൊടുക്കണ്ടേ. ഇതിലെല്ലാം ഒരു വക കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കഷ്ടം. അതുങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ കഷ്ടമാണ്.